ഈ സുപ്രഭാതം കാണാനായിട്ടും നമ്മൾക്ക് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ കൂടാനായിട്ടും നമ്മളെ അനുവദിച്ച സർവേശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് സിന്ധു. ഞാൻ തൃക്കാക്കരയിൽ താമസിക്കുന്നു. ഒരു അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിന്റെ കൂടെ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ നമ്മുടെ ഈ പ്രൊജക്റ്റും ഒന്നിച്ച് കൊണ്ടുപോകുന്നു. ഏകദേശം 1 വർഷത്തിലധികമായി ഞാൻ ഇതിലേക്ക് വന്നിട്ട് എല്ലാവരും നമ്മൾ ഈ പ്രോഡക്റ്റ് എടുത്ത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു റിസൾട്ട് നമ്മൾക്ക് കിട്ടി ഒരു വിശ്വാസം വന്നിട്ടാണ് നമ്മൾ ഈ സൂമിൽ ഇരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് കുറച്ചെങ്കിലും നമ്മൾക്ക് ഒരു ഹെൽത്തും അതുപോലെ തന്നെ വെൽത്തും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രോഡക്റ്റ് വിശ്വസിച്ച് ഒരു ലീഡറിന്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾക്ക് ആർക്കും അറിയില്ലായിരുന്നു നമ്മൾക്ക് ഇത്രയും ഒരു ഉപകാരം, അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഈ പ്രൊഡക്റ്റും കൊണ്ട് ഉണ്ടാവും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ എടുത്തത്. പക്ഷെ നമ്മളെ ഇങ്ങനെ ഒരു എനർജി ആയിട്ടും അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഫീലിങ്സിലും നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോകും എന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് അതിൽ നിന്നൊരു വിശ്വാസം വന്നതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഏറ്റെടുത്തത്. അതിൽ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടുകയും അത് നമ്മളുടെ വെൽത്ത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് കൂടുതലായിട്ടൊരു ഇൻകം നേടാനും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകുന്നതും. ഇന്ന് ഈ രാവിലെ ഈ 6 മണി സമയത്ത് പലരും നടക്കാൻ പോകുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്. അതുപോലെ നമ്മൾ ലേഡീസ് ആണെങ്കിൽ അടുക്കളയിൽ കയറി ഒരുപാട് ജോലികൾ ചെയ്യുന്നവരുണ്ട്. അതുപോലെ പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പല ജോലികളും മാറ്റിവെച്ച് ഈ ഒരു സൂമിന് വേണ്ടി എന്നും കാത്തിരുന്ന് ഇതില് 6 മണിക്ക് തന്നെ അറ്റൻഡ് ചെയ്ത് അത് കേട്ട് 7 മണി ചിലപ്പോൾ 7:15 ആ സമയം വരെ നമ്മൾ ഇതിലിരിക്കണമെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടാണ്, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൽ നിന്നും നമ്മൾക്ക് നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇതില് തുടർന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന സാഗർ ജോഷി സാറ് തുടങ്ങി നമ്മളുടെ താഴത്തേക്ക് വന്ന ഒരുപാട് ലീഡേഴ്സ് എല്ലാവരും തന്നെ ഉണ്ട്. അവരെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ വിശ്വാസമാണ് അല്ലെ, നമ്മളിത് കാണുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉള്ളവരാണ്, എന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുമുട്ടിയത്, അതുപോലെ ഇത് വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ആ ഒരു ലൈഫാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ വിശ്വാസം അതിനെ പറ്റി പറഞ്ഞു തരാനായിട്ട്, അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ IBGയുടെ ക്യാപ്റ്റൻ, ഞങ്ങളുടെ പേരാളി സാറ് യൂനുസ് സാറ് തന്നെയാണ് എന്നെയും ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത്. എല്ലാവരും ചിരിയുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന യൂനുസ് സാറാണ് ഇന്ന് വരുന്നത്. സാറിന്റെ ക്ലാസ് കുറെ നാളായിട്ട് ഏകദേശം 1 മാസത്തിലധികമായി, 1-2 മാസത്തിലധികമായി ഞങ്ങൾക്ക് എല്ലാവർക്കും മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വലിയ സന്തോഷമുണ്ട് ഇന്ന് ഈ സാറിന്റെ ക്ലാസ്സിൽ തന്നെ ഒരു MC ആയിട്ട് എന്നെ ക്ഷണിച്ചതിനും എനിക്കിതില് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ തേരാളി അതുപോലെ തന്നെ ചിരിയുടെ രാജകുമാരൻ ആയിട്ടുള്ള ഞങ്ങളുടെ യൂനുസ് സാറിനെ ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹത്തോടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വളരെ സന്തോഷം ഈ ഒരു പ്രഭാതം നമുക്ക് തന്ന ഈശ്വരൻ, അതോടൊപ്പം നമ്മളെല്ലാവർക്കും കണ്ടുമുട്ടാൻ അവസരം കിട്ടിയ ഈ ഒരു നിമിഷം. ടീച്ചർ പറഞ്ഞതുപോലെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ എന്റെ പേര് യൂനുസ്. സ്വദേശം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയാണ്. കുറച്ചു നാളായി ഞാൻ ഈ സൂമിലേക്ക് ഒരു പ്രോഗ്രാം എടുക്കാനായി വന്നിട്ട് ഏതാണ്ട് 2-3 മാസമായി. വേറൊന്നുമല്ല, ആദ്യ സമയത്ത് ഞാനും എൻ്റെ പ്രിയ സ്നേഹിതൻ
അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അല്ലെങ്കിൽ ചില സമയത്ത് എൻ്റെ അനിയനായി മാറുന്ന വ്യക്തി, ഒട്ടുമിക്ക സമയങ്ങളിലും എൻ്റെ ജ്യേഷ്ഠനായി മാറുന്ന വ്യക്തി, അതല്ലെങ്കിൽ ഒരു ശാസിക്കുന്ന ഒരു അധ്യാപകൻ, പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, അതല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു അധ്യാപകൻ, അങ്ങനെ ഏത് റോള് കൈകാര്യം ചെയ്യുന്ന എൻ്റെ പ്രിയ വഴികാട്ടിയായ അഭിലാഷ് ജി, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സംരംഭം ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മേഖലയിൽ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്ന് സൂമിൽ ഒരുപാട് ആളുകൾ, ഇന്നിപ്പോ ഞാനും അഭിലാഷൊന്നും പ്രോഗ്രാം പറയാൻ വന്നില്ലെങ്കിലും സംസാരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവസരം കൊടുത്ത് എല്ലാവരും സംസാരിച്ചു പോരുന്നു. ഏതൊരു നിമിഷം വിളിച്ച് പറഞ്ഞാൽ ആളില്ല എങ്കിൽ പ്രോഗ്രാം എടുക്കുന്ന കണ്ണൂരിന്റെ മണ്ണിലെ ഏറ്റവും വലിയ ഗർജിക്കുന്ന സിംഹമാണ് മനീഷ് സാറ്. ഒരാളില്ലാത്ത സാഹചര്യത്തിലും വിളിച്ചു പറഞ്ഞാൽ 15 സെക്കൻഡിൽ ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞ നെഞ്ചം വിരിച്ചു നിൽക്കുന്ന, അതുപോലുള്ള ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡയറക്ഷനിങ് മേഖലയിലെ അതിമഹത്തായ ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതുകൊണ്ട് തന്നെ എല്ലാവരും എടുക്കട്ടെ എന്ന് കരുതി മാറി നിൽക്കുന്ന സാധ്യത. കഴിഞ്ഞ ദിവസം ഞാൻ അഭിലാഷയുടെ സംസാരിച്ചു. അഭിലാഷ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക് വേറെയാണ്, അദ്ദേഹം എനിക്ക് തന്നത് വേറെയാണ്. പിന്നെ അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസവും അത് തന്നെയാണ്. എന്തു കൊടുത്താലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊള്ളും എന്നുള്ള ഒരു തോന്നലും ഒരു വിശ്വാസവുമാണ് ഞാൻ കൊടുത്തതിന് നേരെ എതിരെ എനിക്ക് തന്നത്. അപ്പൊ എന്നിരുന്നാലും നമുക്ക് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാം. എന്തായാലും നമുക്ക് പ്രോഗ്രാമിലേക്ക് വരാം. കുറച്ച് നാളുകളായി ഞാനും അഭിലാഷ് ഏതാണ്ട് ആവറേജ് ഒരു 3 വർഷത്തോടെ അടുക്കാണ് ഈ ഒരു സംരംഭം ഏറ്റെടുത്തിട്ട്. ഏറ്റെടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്റെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എല്ലാമാണ് അഭിലാഷ്. ഞാൻ അദ്ദേഹത്തിന് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എല്ലാമാണ്. ഞാനും അദ്ദേഹത്തിനെ ശ്വാസിക്കുന്ന സമയങ്ങളുണ്ട്, വഴക്ക് പറയുന്ന സമയങ്ങളുണ്ട്, തല്ലുപിടിക്കുന്ന സമയങ്ങളുണ്ട്. ഞാനും ഒരു അധ്യാപകനാവാറുണ്ട് അദ്ദേഹത്തിന്റെ മുന്നില്. ഞാനും ഒരു ജ്യേഷ്ഠ സഹോദരനാവാറുണ്ട് അദ്ദേഹത്തിന്റെ മുന്നില്. കാരണം ആ ഒരു ബോണ്ടിങ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം തന്നെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇത് സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോണ്ടിങ് എല്ലാവരും ഏറ്റെടുക്കാൻ തയ്യാറാവണം അതേ രീതിയിൽ. കാരണം ഇർഹമു മൻഫിൽ അർളി വഇർഹമുക്കും മൻഫിസ് സമാന്ന, നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ സഹജീവികളോട് സഹവസിക്കൂ, സൃഷ്ടാവ് നിങ്ങൾക്ക് വഴികാട്ടി തരുമെന്ന, നന്മ ചൊരിഞ്ഞു തരും. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ വീക്ഷിക്കാനും കാണാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുക. അവിടെയാണ് നമ്മുടെ വിജയം. യെസ്, അപ്പൊ നമ്മുടെ ടോപ്പിക്ക് ഇതാണ്, വിശ്വാസം, ബിലീഫ്. അതാണ് നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ബയോട്ടോറിയം എന്ന ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും മഹത്തായ ഒരു കമ്പനിയെ നമ്മൾ ഇന്ന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളവരാണ്, ആ സ്വപ്നങ്ങൾ ഫുൾഫില്ല് ചെയ്യാൻ തയ്യാറുള്ളവരാണ്. പക്ഷെ ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളെ കുഴിച്ചു മൂടിയവരാണ്. അവരെന്ത് ചിന്തിക്കും, അവരെന്ത് വിചാരിക്കും, അവര് കാണില്ലേ, അവര് നോക്കില്ലേ എന്നുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ കുഴിച്ചു മൂടപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ബയോട്ടോറിയം പ്രൊജക്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഒരു കാര്യം എന്താണ് ഈ ബയോട്ടോറിയം, എന്താണ് ബയോട്ടോറിയം? ബയോട്ടോറിയം ഇന്ന് വളരെ അമേസിംഗ് റിസൾട്ട് തരുന്ന ഒരു നല്ല ഇൻകം തരുന്ന ഒരു കമ്പനിയാണ്. അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. എങ്ങനെ വിശ്വസിക്കണം? ആദ്യം കമ്പനിയിലുള്ള വിശ്വാസമാണ്. കമ്പനിയിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ന് ഇവിടെ ഉണ്ട്. ഇന്ത്യൻ മണ്ണില് ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. 1990 കാലഘട്ടം മുതൽ ഡയറക്ട് സെല്ലിംഗ് ഉണ്ടെങ്കിൽ ഒരുപാട് കമ്പനികൾ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട്. എന്നാൽ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1 ലക്ഷം വിസ്താരമുള്ള ഒരു സ്വന്തം കമ്പനി ഏത് കമ്പനിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഏത് പേരിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചും വിരിച്ചു നിന്ന് ആർജവത്തോടെ പറയാൻ സാധിക്കും, അത് ഈ ബയോട്ടോറിയം എന്ന ഒരു കമ്പനിക്ക് മാത്രമേ 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ സ്വന്തം ബിൽഡിംഗ് ഉള്ളൂ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പൊ
പിന്നെ എന്താണ് 1,00,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് നമ്മൾ തറച്ച് വിശ്വസിക്കുമ്പോഴും അത് ഒട്ടുമിക്ക ആളുകൾക്കും അത് കണ്ടറിഞ്ഞ അറിവുണ്ടായിക്കൊള്ളുന്നില്ല. കേട്ടറിഞ്ഞ അറിവുകളാണ്. ലീഡേഴ്സ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക്ലെറ്റിൽ കണ്ട അറിവുകളാണ്. ചിലര് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയ അറിവുകളാണ്. എന്നാൽ ആ കമ്പനിയെ കണ്ടറിയണം എന്നാണ് ഞാൻ പറയുള്ളൂ. വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യാൻ ഇവിടെ നമ്മുടെ മുന്നിൽ ഒരുപാട് പുസ്തകങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ് നമ്മുടെ കമ്പനി വിസിറ്റ് ചെയ്യാൻ. കാരണം ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാം വളരെ സിമ്പിൾ ആയിട്ട്. അതായത് നമുക്കൊരു ഫാമിലി ബോണസ് അടിച്ച് 6,820 രൂപയാണെങ്കിൽ കേവലം അതിൽ നിന്ന് ഒരു 5,000 രൂപ മാറ്റി വെച്ചാൽ നമ്മുടെ കമ്പനി നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3,000 താഴെയാണ് യാത്ര ചെലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുള്ളൂ. അവിടെ താമസിക്കാൻ സംവിധാനങ്ങളുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, നിസ്സാര പൈസ വരുന്നുള്ളൂ. പോഹയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം. ഞാനും എന്റെ പ്രിയ സ്നേഹിതൻ അഭിലാഷി, എന്റെ പാർട്ട്നേഴ്സ്, ഞങ്ങൾ എല്ലാവരും 10-15 പേര് ചെന്ന സമയത്ത് പോഹ എനിക്കിഷ്ടമായാലും ഞാൻ കഴിച്ചില്ല, ഉപ്പുമാവും കടലൊക്കെയാണ് കഴിച്ചത്. അപ്പൊ ആ കമ്പനി പോയി കണ്ട് മനസ്സിലാക്കി അവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ്, അവിടെയുള്ള നമ്മളറിയില്ലാത്ത അവിടെയുള്ള ആ പണിക്കാര്, ആ കമ്പനിയുടെ ആളുകള്, നമ്മളെ ബിഹേവ് ചെയ്യുന്ന ഓരോ രീതികള്, കാരിരുമ്പിന്റെ ശക്തിയുള്ള ഡോക്ടർ സാഗർ ജോഷി സാറ്, അദ്ദേഹത്തിനൊരു കൈ കൊടുത്താൽ മതി ഈ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങള് നിന്ന് കത്തും എങ്ങനെ ബിസിനസ്സിൽ. കാരണം അത്ര അദ്ദേഹത്തിനൊരു കൈ കൊടുത്താൽ മതി. രാത്രി 11:30-12 മണിക്കാണ് ഞങ്ങളായി അദ്ദേഹമായിട്ട് കണ്ടു പിരിയുന്നത്. ആ ഒരു സമയത്ത് തന്ന ഒരു ഷെയ്ക്ക് ആണ് ഞാനും അഭിലാഷിയൊക്കെ ഇന്ന് ഇവിടെ ഈ ഭൂമി കത്തുന്ന രീതിക്കായും പവറിൽ നിന്ന് കത്തുന്നത്. തർക്കമില്ല. കാരണം അതൊരു നിസ്സാര മനുഷ്യനല്ല. കേവലം പ്രായം കൊണ്ട് നോക്കുമ്പോൾ 44 വയസ്സ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷേ അനുഭവ സമ്പത്ത് കൊണ്ടും ബിസിനസിന്റെ നോളജ് കൊണ്ടും അതല്ലെങ്കിൽ വട്ടവർ എന്ത് തന്നെ കാര്യം കൊണ്ടും ഇന്ന് അദ്ദേഹത്തെ കവച്ചു വെക്കാൻ പറ്റിയ ഒരു MD വേറൊരു കമ്പനിക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആദ്യം കമ്പനി വിസിറ്റ് ചെയ്യാൻ വേണ്ട എന്ത് സാഹചര്യമാണോ അതിലേക്ക് വേണ്ടത്, നിങ്ങൾ അതിന് തയ്യാറാവുക. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാനും എന്റെ പാർട്ട്നേഴ്സും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിൽ വന്നൊരു ആശയമാണ്, അത് ഇന്നലെ എടുത്തൊരു ആശയമാണ്. ഇത്രയും പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാണാത്തവര് ഒരിക്കലെങ്കിലും നമ്മുടെ കമ്പനിയെ ഒന്ന് കാണണം. അവിടെയാണ് നമുക്ക് വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ, വിശ്വാസം നേടാൻ, വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നത് അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, എന്നെ മുന്നിലിരിക്കുന്ന എല്ലാവരും, ഈ ബയോട്ടോടത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കമ്പനി വിസിറ്റ് ചെയ്യണം. അപ്പൊ നമുക്കൊരു വിശ്വാസം കിട്ടും. ആ കമ്പനിയിലുള്ള ഒരു ഉറച്ച വിശ്വാസമായിരിക്കണം നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. പിന്നെ എന്താണ്, കമ്പനി തരുന്ന പ്രൊഡക്റ്റില്, ആ പ്രൊഡക്റ്റില് നല്ല വിശ്വാസം ഉണ്ടാവണം. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മള് പ്രൊഡക്റ്റ് കൊടുത്തിട്ട് യൂസ് ചെയ്യാത്ത ആളുകൾ, യൂസ് ചെയ്യാതെ റിസൾട്ട് കിട്ടിയിട്ടല്ല പരാതി പറയുന്നവര്, അവര് കേവലം മേടിച്ചു ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അഥവാ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായി തന്നെ 1 തവണ 2 തവണ ചോദിച്ചു കഴിയുമ്പോൾ അവര് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് പിന്നെ അവർക്ക് അടുത്തോട്ട് പോകുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റില് നമ്മൾക്ക് വിശ്വാസം ഇല്ല എന്നൊരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ട് എങ്കിൽ നമുക്ക് ആ വീട്ടിലിട്ട് അവര് നമ്മളെ ചീത്ത പറഞ്ഞാലും നമുക്ക് കയറി ചെല്ലാം. എന്നിട്ട് നമുക്ക് ചോദിക്കാം, എവിടെ വാട്ടർ ജിപ്പാടി കെട്ടിവെച്ച വെള്ളം എവിടെ, കയ്യിൽ റിസ്റ്റ് ബാൻഡ് എവിടെ, എന്റെ ഗോൾഡൻ നഗർ അതുകൊണ്ട് റിസ്റ്റ് ബാൻഡ് എവിടെ, പില്ലോ പാഡ് വെച്ചിട്ടുണ്ടോ. ചിലര് ഇത് അഴുക്കാവാതിരിക്കാൻ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെന്ന് പല പ്രാവശ്യം കണ്ട് കേട്ട് സംസാരിക്കുമ്പോഴാണ് ഇതിനെല്ലാം അവര് വിശ്വസിക്കും, ഇത്രയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ച് വരുന്നത് എന്ന് തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി എത്ര നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലും റിസൾട്ട് ഇല്ലാതെ നമ്മളെ ചീത്ത പറഞ്ഞ് നമ്മുടെ അമ്മയ്ക്കും മുത്തിക്കും ഒക്കെ വിളിച്ച് നമ്മളെ മോശമാക്കുന്നവരുടെ മുന്നില് നമ്മൾ 2 പ്രാവശ്യം കൂടുതൽ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഇത് മോശമാണ് എങ്കിൽ ഞാൻ നിങ്ങളെ അന്വേഷിച്ചും കൊണ്ട് വരുമോ, ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരില്ല. അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസം ഫീൽ ചെയ്യും. ആ ഒരു വിശ്വാസത്തിൽ അവരത് എടുത്ത് നമ്മ പറയുന്നത് ഇന്ന് നിങ്ങൾ മേടിച്ചേ ഉള്ളൂ എന്ന് കരുതി ഉപയോഗിക്കുക. ഇന്ന് മുതൽ ഉപയോഗിച്ച് തുടങ്ങുക.
അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് അവർക്ക് പതുക്കെ പതുക്കെ റിസൾട്ട് കിട്ടാൻ തുടങ്ങും. അന്നേരം നമ്മളോട് പറയും, അയ്യോ നിങ്ങൾ ഞാൻ മേടിച്ചപ്പോ ഇത്രയൊന്നും കരുതിയില്ല, എന്നിരുന്നാലും കുറച്ചാൾ മാറ്റി വെച്ചു, ഉപയോഗിച്ച് തുടങ്ങിയപ്പോ എനിക്ക് റിസൾട്ട് വന്നു തുടങ്ങി എന്നത്. അപ്പൊ ആദ്യം പ്രൊഡക്റ്റിൽ വിശ്വാസം വേണ്ടത് നമ്മൾക്കാ. നമ്മൾ വിശ്വസിച്ചാലാണ് നമ്മൾ കൊടുക്കുന്നവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് തന്നെ സംശയം, ഇത് ദൈവമേ ഇത് എങ്ങനെ ബ്ലഡ് ഓടുവോ, കാണുന്നില്ലല്ലോ, ഓക്സിജൻ കിട്ടുമോ, അതൊന്നും കാണുന്നില്ലല്ലോ, ഈ ഒരു ചിന്തപ്പാട സംശയങ്ങളാണ്. ചെക്ക് വേണ്ട, മനുഷ്യന് ചെക്കിന്റെ ആവശ്യമില്ല. കാരണം നിയോഡേമിയം മാഗ്നറ്റ് നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുമ്പോൾ സർക്കുലേഷനും ഓക്സിജനും കൃത്യമാകുന്നുള്ള സയൻസ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് അധികം കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മളൊന്ന് വിശ്വസിക്കുക പ്രൊഡക്റ്റില്, എന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വിശ്വാസം ഉറപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അവരോട് സംസാരിക്കുക, അവരത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെന്താ, ഞാൻ ജസ്റ്റ് പറഞ്ഞ് പോകുന്നതാണ് നമ്മുടെ ലീഡേഴ്സിലെ അപ്ലൈ ലീഡേഴ്സിലുള്ള വിശ്വാസം. അത് നിർബന്ധ. അത് ഈ ബയോട്ടോറി എന്നല്ല, ലോകത്ത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾക്ക് വഴികാട്ടുന്ന ഏതൊരു വ്യക്തിയാണോ അദ്ദേഹത്തിലുള്ള വിശ്വാസം അത് കമ്പൽസറിയാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ആ വിശ്വാസം ഇല്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ വളരെ പ്രയാസമാണ്, ദുർഘടമായ പാതകളായി മാറും. കാരണം ഒരു ലീഡറും ഒരാളുടെ ലൈഫിനെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ തകർക്കുന്ന രീതിയിൽ ഒരു ലീഡറും ഇടപെടില്ല, ഒരു ലീഡറും തകർക്കാൻ ശ്രമിക്കില്ല. എല്ലാ ലീഡർമാരും വഴികാട്ടികളാ, കൂടെ വരുന്ന ഓരോ പാർട്ട്നേഴ്സിനും. പിന്നെ ലീഡേഴ്സും എല്ലാവരും മനുഷ്യരാ, പോരായ്മകൾ വരും. ചില കാര്യങ്ങളിൽ കൃത്യമായിട്ട് അവയർനെസ് കൊടുക്കുന്ന വിഷയത്തിൽ, കൃത്യമായിട്ട് വരുമാനം എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ ചിലപ്പോ ആ ഒരു സെയിലിന്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ വന്നു എന്നല്ല പറയുന്നത്, വരാം. എങ്ങനെയൊക്കെ വന്നാലും നമ്മളും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം മാത്രമാണ് ഏതൊരു ലീഡേഴ്സിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തില് ലീഡേഴ്സിനെ അവിശ്വസിക്കുന്ന രീതിയിലേക്ക് വരരുത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ സുഹൃത്താണ് അഭിലാഷ്. ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ചിലപ്പോൾ പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, അഭിലാഷ് ഭാര്യയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ ബോണ്ടിങ് അതാണ്. ഞങ്ങൾ ദിവസത്തിൽ ഒരു 10 പ്രാവശ്യം കുറഞ്ഞ് വിളിക്കാറുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ. അപ്പൊ വിളിച്ചില്ല എങ്കിൽ ഒരു ദിവസം കോള് കുറഞ്ഞു പോയി ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ മുത്ത എവിടെ ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ആ ശരി, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, ഇതിന് ഈ ഒരു വിളി മാത്രം. ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ള. എന്റെ ലീഡേഴ്സ് എന്നെ വിളിച്ചിട്ട് യൂണിസ് ഭായി ഇന്ന സമയത്ത് ഇന്നടുത്ത് എത്ര എന്ന് പറഞ്ഞാൽ സാറേ എന്തിനാണെന്നുള്ള ചോദ്യമില്ല. എന്തിനാ ചോദ്യമില്ല, എനിക്കറിയാം എന്റെ ലീഡേഴ്സ് എന്നെ ഒരു കാരണവശാലും ഒരു കുഴിയിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടി അല്ല വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തിനാന്നുള്ള ചോദ്യമില്ല, ടൈം പറഞ്ഞാൽ സ്ഥലം പറഞ്ഞാൽ അവിടെ നമ്മൾ എത്തുക എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ടും ആ എത്തുന്നോടത്താണ് നമ്മുടെ വിജയം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നേരെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നേരെ അപ്ലൈ ലീഡർ നമുക്ക് സപ്പോർട്ട് തരുന്നില്ല എന്ന് കരുതുക. അങ്ങനെയും വരാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാസിന്റെ പുറത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു അപ്ലൈ ലീഡർ നമുക്ക് സപ്പോർട്ട് തരുന്നില്ല എങ്കിൽ അതിന്റെ മുകളിൽ ഒരു അപ്ലൈ ലീഡർ ഉണ്ടാവും. അവരായിട്ട് ബന്ധപ്പെടുക, അവരായിട്ട് നേരെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരെ കൂടെ നിർത്തുക, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതല്ല എങ്കിൽ ഇവിടെ ഇപ്പൊ നമുക്ക് ടോപ്പ് ലീഡർ ആയിട്ട് ഡാനി സാറ് കഴിഞ്ഞ മനോജ് സാറുണ്ട്. മനോജ് സാറായിട്ട് സംസാരിച്ചാലും അദ്ദേഹമൊക്കെ വെറും പാവം മനുഷ്യനാണ്, നമുക്കറിയാം. അദ്ദേഹത്തോട് വിളിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് വോയിസ് ഇട്ടാലും സാർ ഇന്നൊരു വിഷയമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, ടീമിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ഇൻകത്തിൽ ഒരു പ്രോബ്ലം, പൈസ വന്നിട്ടില്ല, സംസാരിച്ച് അവർ പരിഹാരം ഉണ്ടാക്കി തരും. ഒന്നെങ്കിൽ ഡാൻസ് സാറായിട്ട് ബന്ധപ്പെടുക, അതല്ലെങ്കിൽ മനോജ് സാറായിട്ട് ബന്ധപ്പെടുക. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നേരെ നമ്മുടെ അപ്ലൈനെ ഒന്ന് വിശ്വസിച്ച് കാര്യങ്ങൾ കൊണ്ടുപോയാൽ മതി. നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ നമുക്ക് എല്ലാവർക്കും വരാം. അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമുക്ക് ഒരു വിഷയമില്ല, ഒരു കുടുംബത്തില് ഒരു നൂലിൽ കോർത്ത മുത്ത് പോലെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് വളരെ രസമായിട്ടൊന്നും ചെയ്യുക. കാരണം നല്ല വരുമാനം, ലോകത്ത് ഇത്ര നല്ല വരുമാനം തരുന്ന ഒരു കമ്പനി വേറെ ഇല്ല. അതൊന്ന് വിശ്വസിക്കാൻ നല്ലതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇൻകം പ്ലാൻ. അതായത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് ക്രൈറ്റീരിയ ഇറങ്ങി, അതിനുശേഷം
ഫാമിലി ബോണസ് വെച്ചു. അന്ന് 5025 രൂപ. ഒന്നാമത്തെ ഫാമിലി ബോണസ് വെച്ചു, എനിക്ക് പൈസ വന്നിട്ടില്ല. രണ്ടാമത് വെച്ചു, എനിക്ക് വന്നിട്ടില്ല. മൂന്നാമത് വെച്ചു, എനിക്ക് വന്നിട്ടില്ല. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാനും അഭിലാഷ് വൈറ്റിലെ പ്രോഗ്രാം പങ്കെടുക്കുന്നു. അന്നാണ് ഡാനി സാറായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ ഡാനി സാറിനോട് അഭിലാഷ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ യൂണിസ് ബൈ ആണത്, കളമശ്ശേരിക്കാരനാണ്. അദ്ദേഹം 3 സെയിൽ വെച്ചിട്ടുണ്ട്, പൈസ ഇറങ്ങിയിട്ടില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ സംസാരമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് തന്നെ ഞാൻ ലീഡറിലുള്ള ഒരു വിശ്വാസം. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ അപ്ഡേറ്റ് ചെയ്ത അഭിലാഷ് മെയിൻ ആളോട് സംസാരിച്ച കാര്യം. ഞാൻ പൈസ വന്നോളൂ, പൈസയ്ക്ക് നമുക്ക് പേടിയില്ലല്ലോ, വന്നോളൂ. അപ്പൊ അങ്ങനെ ഒരു രാത്രി ഒരു 9-10 മണിയായപ്പോ ഡാനി സാറിന്റെ കോൾ എന്റെ ഫോണിലേക്ക്. യൂണിസ് സാറല്ലേ? അതെ, ഞാനേ മിസ്റ്റർ ഡാനിയൽ വൈപ്പിങ്കാരനാണ്. അപ്പൊ സൗണ്ട് കേട്ടോ എനിക്ക് മനസ്സിലായി. സാറെ പറയുന്ന ഇന്ന് പ്രോഗ്രാം കണ്ടായിരുന്നല്ലോ. സാറിന്റെ ഇൻകം ഇറങ്ങിയോ? അത് ഇൻകം ഇറങ്ങിയിട്ടില്ല. അത് ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് കമ്പനിയില്. സാറിന് ഒരു 3 ദിവസത്തിനുള്ളിൽ പൈസ വരും, എന്തോ എററാണ് എന്ന് പറഞ്ഞു. ഓക്കെ സാറേ, നോ പ്രോബ്ലം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ സെയിൽ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1 വീക്കിനുള്ളിൽ ആ പൈസ ഒരുമിച്ച് എന്റെ അക്കൗണ്ടിലോട്ട് വന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലീഡർമാര് ഇതേ രീതിയിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ മതി. അവര് നമുക്ക് എന്നും വഴികാട്ടിയായിരിക്കും. ഒരു കാരണവശാലും നമ്മളെ ഇടയ്ക്കിട്ടിട്ട് പോകില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന പോകൃത്തരം കൊണ്ട് ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്തിയിരിക്കുക. അതും കാരണം അവർക്ക് മനസ്സിലാണല്ലോ, ലീഡേഴ്സും മനസ്സിലാണ്, അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കണമല്ലോ. അപ്പൊ ചില കീടങ്ങളെ കൂടെ നിർത്തി കഴിഞ്ഞാൽ സമാധാനം പോകുമെന്ന് കണ്ടാൽ ഒരു പക്ഷെ സൈഡാക്കും, അത് വേറെ കാര്യം. അതും ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല മനസ്സാലെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പൈസ കിട്ടുമെന്ന് വിശ്വസിക്കുക കമ്പനിയിൽ നിന്ന്. കാരണം നല്ല രീതിയിൽ ഇൻകം തരുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അത് എത്ര വേണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം എത്ര വേണമെന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുത്തിട്ട് ബിസിനസ് ചെയ്യുക. പെർ ഡേ സെയിൽ വയ്ക്കാവുന്ന രീതിയിലേക്ക്, പെർ ഡേ ഒരു ഫാമിലി ബോണസ് മേടിക്കാവുന്ന രീതിയിലേക്ക് മാറാൻ കഴിവുള്ള കേൾപ്പുള്ള ലീഡേഴ്സ് ആണ് എന്റെ മുന്നിലുള്ളൊരു അനുഭവ സമ്പത്തുള്ളവരാണ്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അവിടെയാണ് നമുക്ക് വിജയം. പിന്നെന്താ, നമുക്ക് ഇതെല്ലാം ഇപ്പൊ കമ്പനിയിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെന്നിരിക്കെ പ്രൊഡക്റ്റില് സ്വന്തം റിസൾട്ട് കിട്ടി, ഇനി ആളുകൾക്ക് കൊടുത്ത റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ലീഡർമാരിൽ വിശ്വസിക്കുന്നു. അതോടൊപ്പം കമ്പനിയിൽ സെയിൽ വെച്ച പൈസ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അവനവനിൽ ഒരു വിശ്വാസം, അത് നിർബന്ധം. ഇവിടെ അതില്ലെങ്കിലും സംഗതി കയ്യിൽ നിന്ന് പോകും. കാരണം ഞാൻ എന്താണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നില് ഇപ്പൊ ചിലര് പറയാണ് ഞാൻ ചെയ്യണില്ല സാറേ, ഞാൻ മഞ്ഞില്ല സാറേ, ഞാൻ പോണില്ല സാറേ, എനിക്ക് സാധിക്കില്ല സാറേ എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ യാത്രയിൽ കാണാൻ സാധിക്കും. അവനവനില് ഒരു വിശ്വാസം ഇല്ലാത്തതാണ് അത്. ആദ്യം അവനവനില് ഒരു വിശ്വാസം ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു കഥ പെട്ടെന്ന് ഓർമ്മ വന്നാണ്. ലോട്ടറി അടിച്ച് എന്റെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നും പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്ക് ലോട്ടറി അടിക്കണം, എനിക്കൊരു ലോട്ടറി അടിക്കണം, എന്റെ പ്രശ്നം പരിഹരിക്കും. ഒരിക്കൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, എടപ്പൊട്ടാ നീ പോയി ആദ്യം ഒരു ലോട്ടറി എടുക്കാൻ. ശരിയല്ലേ? ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാരണം വേണമല്ലോ, ഒരു സബബ് വേണം അവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അത് ചെയ്യാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അപ്പൊ ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കുമായിരിക്കും. അപ്പൊ ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മള് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ട്. എന്നിട്ടും നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്കൊരു വിജയം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അത് റിയാലിറ്റി, അതൊരു തർക്കമില്ല. കാരണം നമ്മൾ ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മളുടെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ പോയില്ലേ. എല്ലാം കമ്പനി സൂപ്പർ, ഓക്കെ, സെറ്റാണ്, ബോംബെയിലാണ്, മീറാ റോഡിലാണ്, താന ജില്ലയിലാണ്, 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ്, തൊട്ടിപ്പുറത്ത് ദാദറിലാണ്, ബാംഗ്ലൂരാണ്, കേരളത്തിലെ കലൂര് ഓഫീസ് വരാൻ പോണു. ഇതൊക്കെ അറിയാം. പ്രൊഡക്റ്റ് റിസൾട്ട് ആണ്, ഇന്ന റിസൾട്ടുകൾ കിട്ടി, ഇന്ന പ്രശ്നം മാറിയിട്ടുണ്ട്, എനിക്ക് മാറിയിട്ടുണ്ട്, എന്റെ വീട്ടിൽ മാറിയിട്ടുണ്ട്, ഇന്ന ആൾക്ക് മാറിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അതും അറിയാം. സെയിൽ വെച്ചാൽ ഫാമിലി ബോണസ് കിട്ടുമെന്നും അറിയാം. എന്നാലും എന്താ പറയാ, ഇതൊക്കെ എന്നാലും ഒരു സംശയം, എനിക്കിത് പറ്റൂ, എനിക്കിത് നടക്കുമോ? ലോകത്തിൽ ആദ്യമായിട്ട്
വണ്ടി ഇറക്കുന്ന ഹെൻറി ഫോർഡിന്റെ വണ്ടിയാ, ഫോർഡ് കാർ. അമേരിക്കൻ കമ്പനി ആ കമ്പനിയിൽ ആ വണ്ടി ഇറക്കുന്ന സമയത്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാ സംവിധാനവും ആ വണ്ടിക്ക് ഒരുക്കുന്നുള്ളതാ. ആ വണ്ടി ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. വലിയ ജനസാഗരം അവിടെ ഉണ്ടായി. കാരണം ആദ്യമായിട്ടൊരു വണ്ടി ഇറങ്ങി വണ്ടി ഓടുകയാണ്. അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയ സ്ഥലത്തേക്ക് തിരിച്ചു വരണമല്ലോ. അദ്ദേഹം കുറച്ചു ദൂരം ഓടിച്ചു. ആളുകൾ കരഘോഷം കൊണ്ട് കൈയടിച്ച് ആർത്തുല്ലസിച്ചു. കാരണം ആദ്യമായിട്ട് സഞ്ചരിക്കാൻ ഒരു വണ്ടി ഇറങ്ങി. തിരിക്കാൻ നേരത്ത് ആണ് ആ വണ്ടി തിരിക്കാൻ സാധിക്കുന്നില്ല. എന്താണ്? അതിന് റിവേഴ്സ് ഗിയർ വെച്ചിട്ടുണ്ടായില്ല. വണ്ടി ഇറക്കിയ വണ്ടിക്ക് ലോകത്തിലെ ആദ്യത്തെ മിസ്റ്റേക്ക് ഹെൻറി ഫോർഡിന്. അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം ചെയ്ത കാര്യം എങ്ങനെ റിവേഴ്സ് ഗിയർ പിടിപ്പിക്കാം, അദ്ദേഹം അത് പിടിപ്പിക്കാൻ മറന്നുപോയി. കാരണം ആ വണ്ടി എത്രയും പെട്ടെന്ന് ഇറക്കണം എന്ന അദ്ദേഹത്തിന്റെ ഒരു മനസ്സിലെ ആശയവും ഒരു ത്വരയാണ് സ്പീഡിൽ വണ്ടി പണിതിറക്കിയത്. പക്ഷെ റിവേഴ്സ് ഗിയർ വെച്ചിട്ടുണ്ടായില്ല. ആ ഒരൊറ്റ വണ്ടിക്ക് മാത്രമാണ് ലോകത്ത് റിവേഴ്സ് ഗിയർ വെക്കാതിരുന്നുള്ളൂ. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും റിവേഴ്സ് ഗിയർ ഉണ്ട്. അപ്പൊ തെറ്റ് പറ്റിയാലാണ് നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തെറ്റിലൂടെയാണ് നമ്മൾ ശരിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരാളും ലോകത്ത് എല്ലാം എല്ലാം പഠിച്ചു വരുന്നവരല്ല. സാഹചര്യം കൊണ്ട് ചെയ്താണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്ത് പഠിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ആർക്കും തെറ്റ് സംഭവിക്കാം. അതാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇല്ലാത്ത ഒരു തെറ്റ് സംഭവിച്ചു. അദ്ദേഹം അത് തിരുത്തി. അതിനുശേഷം ഇന്ന് വരെ ഇറങ്ങിയ ഒരു വണ്ടിക്കും റിവേഴ്സ് ഗിയർ ഇല്ലാതിരുന്നിട്ടില്ല. ആ വണ്ടി എവിടേക്ക് പോകാനും എവിടേക്ക് വരാനും പോകുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാ വണ്ടികളും നീങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവനുള്ള വിശ്വാസം എന്ന് പറയുമ്പോ ഞാൻ എന്നിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാ? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നേടിയെടുക്കണം. അതെനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് പറ്റിയ ഒരു അവസരമാണ് ഈ ബയോട്ടോറിയം. കാരണം ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന, നമ്മൾ ആഗ്രഹിച്ചത് എന്തും നേടിത്തരാൻ സാധിക്കുന്ന ഒരു കമ്പനി, നഷ്ടപ്പെട്ടത് എന്തും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു കമ്പനി. ആ കമ്പനിയെ വിശ്വസിച്ച് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിന് മാത്രം ഇൻകം വാരിയും കോരിയും തരുന്നുണ്ട്. മേടിക്കാൻ നമ്മളൊരു വിശ്വാസം അർപ്പിച്ച് നമ്മൾ മേടിക്കാൻ തയ്യാറാവുന്നിടത്താണ് നമ്മുടെ വിജയം. അതിന് ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം. അതിലൊരു തർക്കമില്ല. കാരണം ഒരു ഗർഭസ്ഥ കാലയളവില് കേവലം 10 മാസം കൊണ്ട് 1 കോടിക്ക് മേലെ മേടിച്ച് പ്രൂവ് ചെയ്ത് വിജയിച്ച് തേരാളയായി നിൽക്കുന്ന ആള് ഒരു സാധാരണക്കാരൻ മനുഷ്യൻ നമ്മുടെ മുന്നിലുണ്ട്. ലോകത്തിലെ ഇത്തരം 90 കാലഘട്ടം മുതൽ നെറ്റ്വർക്ക് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇന്ന് കേവലം 5 വർഷത്തെ മാത്രം വളർച്ചയുള്ള നമ്മുടെ ഈ ബട്ടൺ കമ്പനി. ഞാനിപ്പോ 5 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ 17-18 വർഷമായി എന്നല്ല പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ബട്ടൺ കമ്പനിക്ക് 18 വർഷത്തെ വയസ്സുണ്ട്. എന്നാൽ 5 വർഷം മാത്രമായിട്ടുള്ള നെറ്റ്വർക്കിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 5 വർഷം കൊണ്ട് 300 ചില്ലാനം കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ഒരേ ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അപ്പൊ ഇവിടെ സാധിക്കും. കണ്ണ് കാണില്ലാത്ത ഒരു ധീര വനിത നമ്മുടെ ഈ ബട്ടൺ കമ്പനിയിൽ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. മഹാരാഷ്ട്രക്കാര് ഏതാണ്ട് 3 കോടി രൂപയ്ക്ക് മേളിലാണ് മേടിച്ചേക്കേണ്ടത് 3.5 വർഷം കൊണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ണ് കാണാം, കാലുണ്ട്, കൈയുണ്ട്, ചെവിയുണ്ട്, എല്ലാ സംവിധാനങ്ങളും ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു വിശ്വാസമില്ല എന്നുള്ളതാണ്. കണ്ണ് കാണാൻ പറ്റാത്ത ആ ഒരു ലേഡിക്ക് 2.5 കോടി 3 കോടി രൂപയ്ക്ക് മേളിൽ മേടിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനോടുള്ള ഒരു അതിയായ ആർത്തി അല്ലെങ്കിൽ ഒരു വിശ്വാസം, ആ വിശ്വാസം വെച്ച് മുന്നോട്ട് പോയപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരുപാട് ആളുകളെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിലൂടെയാണ് അവർക്ക് ആ വിജയം നേടാൻ സാധിച്ചത്. അത് നമുക്ക് സാധിക്കും. നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ സഞ്ചാര യാത്രയിൽ നമ്മുടെ മുന്നിൽ ആരും ഒരു പരവതാനി ഇന്ന് വരെ വിരിച്ച ഒരു മനുഷ്യർക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുമെന്ന് എനിക്ക് തോന്നണമില്ല. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന, വിജയിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേ നമ്മൾ സഞ്ചരിക്കുന്നത്.
ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്വയം വഴിവെട്ടാൻ തയ്യാറായി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടത് എന്താണോ അതിനെ തിരിച്ചു പിടിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അവിടെ ആണെന്നോ പെണ്ണെന്നോ പ്രായമൊന്നും ഒരു വിഷയമില്ല. നേടണം എന്ന അതിയായ ആഗ്രഹം മാത്രം, എനിക്ക് നേടാൻ സാധിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം മാത്രം, അത് മാത്രം മതി നമുക്ക് നേടാൻ സാധിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ മുന്നിൽ ഒരുപാട് ആളുകളുണ്ട്, നൂറുകണക്കിന് ആളുകൾ എൻ്റെ മുന്നിലുണ്ട്. എന്നാൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരും ആയിരിക്കാം. ഇതിലുള്ളതിൽ ഏറ്റവും ചെറുത് ഞാനായിരിക്കാം, എനിക്കറിയില്ല. എന്നാൽ പോലും നിങ്ങളുണ്ട ഓണത്തിന് അത്രയും ഞാൻ ഉണ്ടിട്ടില്ല എങ്കിലും കുറച്ച് അനുഭവ സമ്പത്ത് ഒരു പക്ഷെ ഇത്തിരി കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു 35 ലക്ഷം രൂപയോളം വരുന്ന ഒരു ടാസ്ക് എൻ്റെ തലയ്ക്ക് മേൽ ഒരു വടിവാളായിട്ട് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് തന്നൊരു കാലഘട്ടം എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 2019 ജനുവരി 24-ാം തീയതി ഞാൻ എൻ്റെ കുടുംബത്തിലെ അരി മേടിക്കുന്ന ഒരു സംരംഭം, ഒരു സ്ഥാപനം എനിക്കുണ്ടായിരുന്നു, ഒരു ഷോപ്പ്. ആവറേജ് 6 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരുന്ന പ്രൊഡക്റ്റ് അവിടെ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. കാരണം അത്ര ഭംഗിയായിട്ട് നെഞ്ചും പിരിച്ച് എൻ്റെ മാതിരി തന്നെ അട്ടിത്തത്തോടി കൂടി നിൽക്കുന്ന ഒരു ഷോപ്പ്. അത് ഒരു 2019 ജനുവരി 24-ന് വെളുപ്പിന് 4:50 മറ്റേ എന്താ പറയാ, നമ്മുടെ ശബരിമലയില് വിളക്ക് കത്തൂല്ലേ, ഗോപുരം കത്തുന്ന രീതിയിൽ കത്തി നിൽക്കുന്നത് ലൈവായിട്ട് കണ്ടൊരു മനുഷ്യനെ. അതിന് ഏതാനും കുറച്ച് ദിവസങ്ങൾ മുമ്പാണ്, കുറച്ച് വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് ദിവസം മുമ്പാണ് 35 ലക്ഷം രൂപയുടെ ഒരു പണി കിട്ടി നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ സമയമായിട്ടില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഇത്തരം വിഷയം വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി നിൽക്കുന്ന ആ ഒരു അടി കിട്ടി നിൽക്കുന്ന സമയത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ളൂ, എന്റെ ഷോപ്പ് നിന്ന് കത്താണ്. വെളുപ്പിന് 4:50 എനിക്ക് എന്റെ ഫോണിലോട്ട് കോൾ വരികയാണ്, ജോൺസിക്ക നമ്മുടെ ഷോപ്പിന് തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഞാനും എന്റെ വീടും എന്റെ ഷോപ്പും തമ്മിൽ 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പൊ വണ്ടിക്ക് എത്ര ദൂരം വേണമെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അവിടെ പറന്നെത്തി. എത്തിയ സമയത്ത് ഇങ്ങനെ നല്ല കത്തി തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നിൽക്കുകയാണ്. കാണാൻ നല്ല ഭംഗി, കാരണം നല്ല ചൊകാന്ന് നിൽക്കുകയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ ജ്യേഷ്ഠ സഹോദരൻ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക കിടത്താൻ വേണ്ടി. ധാരാളം ആളുകളുണ്ട്, ഹോസ്പിറ്റലിലുള്ള ആളുകൾ ഫുള്ളും അന്ന് അവിടെ ഉണ്ട്, കട കത്തുന്നത് കിടത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ. അപ്പൊ ഞാൻ വണ്ടി മേലിൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ അങ്ങോട്ട് നടന്നു, ജ്യേഷ്ഠന്റെ തോളത്ത് ഞാൻ തട്ടിയിട്ടോടെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അല്ലാതെ ഞാൻ അത് വീട്, അതായത് എനിക്ക് വീട്, അതവിടെ അത് കഴിയാൻ പോണ സാധനം അത്. ഇനി അവിടെ നിങ്ങൾ വെള്ളം കോരി ഒഴിച്ച് അതിലോട്ട് അടുത്തിട്ട് അതിന്റെ തീ നിങ്ങളുടെ മേത്തോട്ട്, അതൊന്നും ഇല്ല, അതൊക്കെ വിട്ടുകളയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ഫയറിനെ വിളിച്ചോണ്ടെന്ന് വെച്ചപ്പോ അവിടെ റഫീഖ് എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ അദ്ദേഹം അളിയ ഫയർഫോഴ്സ് ഇപ്പൊ അവരും വിളിച്ചിട്ടുണ്ടോ? ഓക്കെ. അങ്ങനെ ഞാൻ അതിന്റെ ഇടയിലൂടെ ഞാൻ നടക്കുമ്പോ ജനങ്ങളോട് പറയും, നിങ്ങൾ മാറി നിൽക്ക്, തീയാണ്, ഇരുമ്പാണ്, പൈപ്പാണ്, തൊട്ട് 11 kV ആണ്, നിങ്ങൾ നീങ്ങി നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇതേ രീതിയിൽ തന്നെ ചിരിച്ച്, അന്നും ചിരിക്കും, അന്നും 6-ാമത്തെ ഭ്രാന്തന, ഇന്നും 6-ാമത്തെ ഭ്രാന്തന. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആളുകൾ പറയുന്നു, അയ്യോ ഈ കട ഒരു പാവം പയ്യന്റെ ആണെന്നല്ലോ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെന്നിട്ട് പൈസ ഇല്ലെന്ന് പറഞ്ഞ സാധനം തന്നു വിട്ടുന്ന പയ്യൻ, അല്ലെങ്കിൽ പൈസ കണക്ക് കൂട്ടി കഴിഞ്ഞിട്ട് പൈസ വീണ്ടും കയ്യിലേക്ക് തരുന്നത്, ഇതൊക്കെ ഇങ്ങനെ അടക്കം പറയുന്നു ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന, കാരണം അന്ന് വളരെ ആഠ്യത്വത്തോടു കൂടി നിൽക്കുന്ന കട എന്റെ, ആളുകളെല്ലാവരും എന്റെ കടയിലാണ് വരുന്നത്. അതുകൊണ്ട് ഒരു അസൂയയോട് നോക്കുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ. എന്നോട് ഭയങ്കര അസൂയായിരുന്നു, കാരണം എന്നെ അന്വേഷിച്ച് ഞാൻ ഇത്തിരി നേരം ആ ഷോപ്പിൽ ഇല്ല എങ്കിൽ ആളുകൾ സാധനം മേടിക്കില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്ന ആ ഒരു സ്ഥാപനമാണ് ഗോപുരം പോലെ കത്തി നിൽക്കുന്നത്. നിന്ന് തിളങ്ങാണ്. എന്റെ ഉള്ളിലും തീയുണ്ട് കേട്ടോ, പക്ഷെ ഞാനത് പുറമെ കാണിക്കുന്നില്ല. അങ്ങനെ ഞാൻ ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിച്ച സമയത്ത് ആളുകൾ ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്. അപ്പൊ ചില അതാ പയ്യനാൻ തോന്നുന്നു, കാരണം എന്നെ നല്ല ഡ്രസ്സിങ്ങിലാണ് അവിടെ കണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് ലുങ്കിയും ബനിയനോ ഷർട്ടും തോന്നാണ് ഇട്ടേക്കണത്. അപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ചില അയ്യോ ആ പയ്യന് അതും പറയുന്നുണ്ട്, അയ്യോ ആ പയ്യൻ ചിരിക്കുകയാണോ, അത് ഞാൻ കേൾക്കുന്നുണ്ട്, ആ പയ്യൻ ചിരിക്കുകയാണല്ലോ.
അപ്പൊ ഞാൻ ആകെ എന്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ, ഇത്രയും വലിയൊരു ഒരു 35 ലക്ഷം രൂപയുടെ ഒരു പണി ഏതാനും ദിവസം മുമ്പ് എനിക്ക് കിട്ടിയിട്ടും എന്റെ സ്ഥാപനം, ഞാന്, എന്റെ ഉമ്മ, എന്റെ ഭാര്യ, എന്റെ മക്കള്, ഇവരെല്ലാരും അരിമേടിച്ച് എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു സ്ഥാപനം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്തും എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ദൈവം എന്നുള്ള മനസ്സിൽ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നിൽക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്നു. അവരെല്ലാം വലിച്ചു വാരി കിടത്തി എല്ലാം സെറ്റ് ചെയ്ത് ആ അന്തരീക്ഷത്തെ അവിടെ ഇത് ചെയ്തു. അപ്പൊ കത്തിക്കൊണ്ടിരുന്ന സമയത്ത് വൈഫിന്റെ ആങ്ങള ഓടിക്കളച്ച് പുള്ളിയും വന്നു. വണ്ടി കൊണ്ടുവന്ന് നിർത്തി. എങ്ങനെ വണ്ടി നിന്നെന്ന് എനിക്കറിയാൻ പാടില്ല. പുള്ള വരവേണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. പിന്നെ അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കേണ്ട ഒരു ഓർത്ത് പോയി. പുള്ളി ഹൊളിയോഹെന്നും പറഞ്ഞ് കരഞ്ഞ് പുള്ളി ഇത് വരുന്നത്. ഞാൻ പുള്ളിയെ തോർത്തിട്ടിട്ട് പറഞ്ഞു, കുട്ടികളെ എന്തിനാ, അതവിടെ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് അന്ന് ഒരു എല്ലാം ശാന്തസുന്ദരമായി. അതിനുശേഷം ഫയർ വന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഇങ്ങനെ ഞാൻ എനിക്ക് എന്നെ തന്നെ സംശയമില്ല, പിന്നെ എനിക്ക് ആളുകളെ സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവർ അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് പറഞ്ഞാൽ മതി, പേപ്പർ നിങ്ങൾക്ക് തരും, ഞങ്ങൾ വന്നിട്ടാണ് തെളിവുന്നത്. ഓക്കെ സാർ, കുഴപ്പമില്ല. അപ്പൊ പൈസ വെള്ളം വേണം, പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അവര് അവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. അപ്പൊ എല്ലാവരും ജസ്റ്റ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തേരും, എന്തെങ്കിലും ഓക്കെ ശരിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോയി. കംപ്ലൈന്റ് കൊടുത്തു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ അളിയനെ വിളിക്കുമ്പോ അളിയൻ അന്ന് ജോലിക്ക് പോയിട്ടില്ല. ഞാൻ ബന്ധുവീട്ടിൽ ചെന്ന് എന്റെ അളിയ ജോലിക്ക് പറഞ്ഞ പുള്ളി എന്നെ കണ്ടോടുകൂടി കെട്ടിപ്പിടിച്ചെന്ന് കരയാണ്. എന്റെ അളിയന്റെ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അളിയന് 10-15 ലക്ഷം രൂപയുടെ പണി കിട്ടി. അപ്പത്തേനും സ്ഥാപനം കത്തി. പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും? അതവിടെ നടക്കാനുള്ള കാര്യമാണ്, അത് നടന്നു. ഇനി വരില്ലേ? ഇനി വന്നാൽ അത് നമ്മൾ നേടണ്ടേ? അപ്പൊ ഞാൻ ചെന്നപ്പോ അമ്മായിയമ്മ, നാത്തൂൻ, മക്കളെല്ലാവരും നിന്ന് കരയാ. നാത്തൂൻ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ, ഞങ്ങള് ആണ് യൂണിസിനെ സമാധാനിപ്പിക്കുന്നത്, പക്ഷെ യൂണിസ് ആണ് ഞങ്ങളെ സമാധാനിപ്പിക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യുക, എന്താ പറയുന്നത്? അപ്പൊ അതങ്ങോട്ട് കഴിഞ്ഞു പോയി. അങ്ങനെ അന്ന് ഞാൻ എറണാകുളം ജില്ലയുടെ, നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു, ഏതാനും നിമിഷങ്ങളോടെ. അങ്ങനെ അന്ന് ഞാൻ എറണാകുളം ജില്ലയുടെ ഈ സംഘടനയൊക്കെ വിട്ടുകൊണ്ട് സോഷ്യൽ ഫോറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ പങ്കാളികളായി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ 2 സംഘടനകൾ ഏറ്റെടുക്കുകയാണ്. എന്റെ പ്രവൃത്തി പരിചയവും എന്റെ യാത്രകളൊക്കെ മനസ്സിലാക്കിയിട്ട് 2 സംഘടന പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു, യൂണിസ് നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഷോപ്പിന്റെ കാര്യം ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ പണിത് തരാം. അപ്പൊ ഒരു സംഘടന പണിത് തരാമെന്ന് ഏറ്റു, ഒരു സംഘടന പ്രൊഡക്റ്റ് കയറ്റി തന്നോളാം ഏറ്റു. അപ്പൊ ഞാൻ നോക്കുമ്പോ പണിത് എല്ലാം ശരിയാക്കി തരുമ്പോ അൽഹംദുലില്ലാ കാര്യങ്ങൾ ഭംഗിയായിട്ട് പൊയ്ക്കോളും. അപ്പൊ അതും പരിഹാരമായി എന്നല്ല ചിന്തിക്കാം. ഇന്നും ജീവനോടെ ഉണ്ട്. ആ സംഘടന എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചില്ല, അല്ല യൂണിസെ എന്ത് പറ്റിയതാന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ മുന്നിൽ പിന്നെ പോയിട്ടുമില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, ഒരു രീതിയിലും ഒരു സംഘടനയുടെ 1 രൂപ മേടിക്കാതെ ഞാൻ ആ സ്ഥാപനം അവിടെ തുടങ്ങുമെന്ന് തീരുമാനിക്കുകയാണ്. കേവലം എന്റെ മുന്നിലുള്ള അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, അന്ന് കട കത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വലിയ ടാസ്കിൽ നിൽക്കുന്ന സമയം എന്റെ മുന്നിലുള്ളത്, എന്റെ കയ്യിലുള്ളത് കേവലം 650 രൂപ മാത്രമാണ്. ഈ 650 രൂപ വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു ദിവസം ഒരു നേരത്തെ ചാവടിക്കാനുള്ള ഗ്യാസ് ഇല്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട്, ഷോപ്പ് കത്തിയെന്ന് വീട്ടിൽ വന്നിട്ട് എന്റെ ഉമ്മയോട് ഞാൻ തന്ത്രം മെനയാ, ഉമ്മ ഒരു കാര്യം ചെയ്യേ, ജ്യേഷ്ഠന്റെ അടുത്തോട്ട് പൊയ്ക്കോ, ഞാൻ വിളിച്ചു പറയാം. കാരണം വേറൊന്നുമല്ല, എന്റെ കയ്യിൽ 650 രൂപയുണ്ട്. ഞാനൊരു ഗൾഫ് ജീവിതം ഒക്കെ കഴിഞ്ഞ് തകർന്നടിഞ്ഞ് വന്നിരിക്കുക. എനിക്ക് ഭാര്യ, 2 മക്കള്, വലിയ മക്കളുണ്ട്. ഒരെണ്ണം വളരെ നിസ്സാര ദിവസം എത്തിയ ഒരു ചോരക്കുഞ്ഞ്. അപ്പൊ 650 രൂപയും വെച്ച് ഇവരെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതിന്റെ ഉമ്മയുടെ തന്ത്രം, ഉമ്മ ജ്യേഷ്ഠന്റെ അടുത്തോട്ട് പോയിക്കും. എനിക്ക് ഇപ്പൊ ഒന്നും എന്റെ തലയ്ക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാനൊന്ന് റിലീസ് ആവട്ടെ, എന്നിട്ട് ഉമ്മാനെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ചേട്ടനെ വിളിച്ചിട്ട് ഉമ്മാനെ ഉണ്ടാകാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ എന്റെ മൂത്ത മോള് തസ്നിമോളോടും ബിസ്മിയോളോടും ഞാൻ പറഞ്ഞു, വാപ്പി ഗൾഫിൽ നിന്നപ്പോ മറ്റേ അമൃതം പൊടി കൊണ്ട് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൂട്ടുകാരെനിക്ക് തന്നിട്ടുണ്ടായി. അങ്ങനെ അമൃതം പൊടി വീട്ടിലുണ്ടായിരുന്നു, കുറെ പാക്കറ്റ്. അത് വെച്ച് ഒരു 5 ദിവസം ജീവിച്ചു. എന്റെ ഭാര്യ വീട്ടുകാര് കോടിക്കണക്കിലൂടെ ആസ്തിയുള്ളവരാ. ഞാൻ ഭാര്യ അവിടെ ഉണ്ട്, അവര് കേട്ടാലും കുഴപ്പം, ഞാൻ പറയാം. എന്റെ അച്ഛന്റെ അനിയന്മാര് ഒട്ടും മോശമല്ല. ഒരുപാട് കോടിപതികൾ ജീവിക്കുന്നവരുടെ ഏറ്റവും ഒരു നടുക്കാൻ ഞാൻ നിൽക്കുന്നത്.
ഇത്ര തകർന്നിട്ട് ഞാൻ അവരോട് ചോദിക്കാനോ പറയാനോ പോയില്ല. ഈ അമൃതം പൊടി വെച്ച് ഒരു 5 ദിവസം ജീവിച്ചിട്ട് ഞാൻ എന്റെ ഏറ്റവും അടുത്ത എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ട്, ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആത്മഹത്യ ഞാൻ ഒന്ന് തീരുമാനിച്ചു, അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഇത് വന്ന് ഇപ്പൊ മക്കളെയും കൊല്ലുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആ കൂട്ടുകാരൻ എന്നെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് ഈ 2000 രൂപയുടെ സാധനം മേടിച്ച് തന്ന 5000 രൂപ കയ്യിൽ നിന്നിട്ട് നീ എന്താ പറഞ്ഞില്ല എന്ന് എന്നെ ചീത്ത പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സംഘടനയുടെ ഈ ഒരു കാര്യങ്ങള്. അപ്പൊ 6-7 ലക്ഷം രൂപയ്ക്കും പ്രൊഡക്റ്റ് അന്ന് എന്റെ കടയിലുണ്ട്. ആ കട കത്തി കേവലം എല്ലാം കൂടി തൂക്കി വിറ്റപ്പോൾ 10,200 രൂപയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ എന്തിരുന്നാലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അന്നും ഇന്നും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. കാരണം എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഷോപ്പ് പൂർവാധികം ഭംഗിയായിട്ട് ഞാൻ തുടങ്ങും. ഒരാക്കടെ കയ്യും പിടിക്കാതെ കാലും പിടിക്കാതെ, ഒരാക്കടെ മുന്നിൽ അടിയറവ് പറയാതെ എന്ന് ഉറച്ച് വിശ്വസിച്ചു. എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണ് വഴി വന്നതെന്ന്. ഞാൻ ആ ഷോപ്പ് അവിടെ അതേ രീതിയിൽ അതുക്കും മീതെ എല്ലാവരും ഞെട്ടുന്ന രീതിയിൽ ഞാൻ അത് പണിത് കറക്റ്റ് ചെയ്തു. പ്രൊഡക്റ്റ് കയറ്റി ഫെബ്രുവരി 28 ഞാൻ ഒരു മഹാസംരംഭമായിട്ട് ഓപ്പൺ ചെയ്തു. എല്ലാവരും ഞെട്ടി. ഇവനൊക്കെ എന്താ വല്ല ഹവാല പണം കൊണ്ടുവന്നിട്ടുണ്ടോ, ഇവനക്ക് ഈ മാതിരി പണി കിട്ടിയിട്ടും ഇവൻ എന്താ ഇതിങ്ങനെ ചെയ്ത്, അല്ലെ ഇവനെന്താ ഇങ്ങനെ ചെയ്യണേ എന്നുള്ള ഇതിലേക്ക്. കാരണം ഉള്ളിലൊരു വീറും വാശിയാണ്. തോറ്റു കൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല എന്നൊരു വാശി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന എനിക്കെന്നല്ല എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കും ഇത് സാധിക്കും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്, നേടാൻ പറ്റുന്നുള്ള വിശ്വാസം. അങ്ങനെ ഷോപ്പ് നിലനിർത്തി എല്ലാവർക്കും അതൊരു സങ്കടവുമായി. എല്ലാവർക്കും എന്താണ് ഈ കള്ളക്കടത്തുകാരനാണോ ഇവൻ എന്നുള്ള തോന്നലും വന്നു. എല്ലാവരും ഞെട്ടിയെന്നല്ല, എല്ലാവരും. കാരണം നമ്മുടെ ഓപ്പോസിക്കുന്ന വ്യക്തികളൊന്നും നമ്മുടെ മുന്നിൽ പരവതാനി വിരിച്ചു തരുന്നവരൊന്നല്ല. ഈ കഥയൊന്നും എല്ലാവർക്കും അറിയുന്നതിന് ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നപ്പോ വിശ്വാസം എന്നുള്ള ടോപ്പിക് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഓട്ടോമാറ്റിക് എന്റെ മനസ്സിൽ വന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ പറയുമ്പോ 2-3 മിനിറ്റ് കൊണ്ട് കേവലം 5 മിനിറ്റിനുള്ളിൽ തീരും. പക്ഷെ അനുഭവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്ക് ഇതിന്റെ വലുപ്പവും വ്യാപ്തിയും എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ആ ഷോപ്പ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന വണ്ടി ഞാൻ വിറ്റായിരുന്നു. വണ്ടി ഞാൻ ദുബൈയിൽ നിന്ന് തന്നെ വണ്ടി വിപ്പിച്ചായിരുന്നു, കാരണം പൈസയുടെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ എനിക്കും എന്റെ കുടുംബത്തിന്, എന്റെ ഭാര്യയ്ക്കും ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു വണ്ടി എടുത്തുകൊണ്ട് തൃശ്ശൂർ വരെ ഒന്ന് പോയി വന്ന അന്ന് സ്കൂളിൽ എന്തോ ഒരു പരിപാടി നടക്കുന്ന ദിവസം. സ്കൂളിൽ എന്തോ ഒരു പരിപാടി നടക്കുന്ന ഒരു ദിവസം അവർക്ക് ആ പ്രോഗ്രാമിന് പോകാൻ പറ്റിയില്ല, ഇച്ചിരി വൈകിപ്പോയി. അപ്പൊ അവര് വണ്ടിയിലായിട്ട് വണ്ടി വിറ്റു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സംസാരം എന്റെ വൈഫ് കേട്ടു. വൈഫ് വന്നിട്ട് വൈഫ് സങ്കടം ഇക്ക, നമ്മൾ ഇത്രയും പൊട്ടി തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുക, നമ്മളിന്ന് മനസ്സിലാക്കണ്ടേ. അവരങ്ങനെ സംസാരിച്ചു. ഞാൻ ഒന്ന് ഡോൺ വറി, ഇത് ടെൻഷൻ ആവണ്ട, പരിഹാരം ഉണ്ടാകാം. 9ാമത്തെ ദിവസം ഞാൻ ഇന്നോവ ഇറക്കിയ ആളാ. കേവലം ഞാൻ കൊണ്ടുപോയത് ഒരു സ്വിഫ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയുടെ മുന്നിൽ ഞങ്ങള് വണ്ടി കൊണ്ടുപോയിട്ട് സമയം വൈകി എന്ന് പറഞ്ഞ എന്റെ ഭാര്യനെ വിഷമിച്ചപ്പോ ടെൻഷൻ ആവണ്ട, നമുക്ക് വണ്ടിയുടെ അത്രയും തകർന്നടിഞ്ഞ് തരിപ്പണമായി പൊളിഞ്ഞ് തീർന്ന് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് 9ാമത്തെ ദിവസം ഞാൻ ഇന്നോവ കാർ എന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നു. വെറും 6ാമത്തെ കാർ. ഞാൻ അന്നും പറയും ഇന്നും പറയും ഞാൻ ഭ്രാന്തനാണ്. ആ ആഴ്ചയിൽ എനിക്ക് ഒരു ആക്റ്റീവ വൈഫിന് മേടിച്ചു കൊടുത്തൊരു ആക്റ്റീവ് ഉണ്ടായിരുന്നു. എനിക്ക് ബുള്ളറ്റിനോട് അന്നും ഇന്നും ക്രേസാ. ഇന്ന് ഞാൻ ബുള്ളറ്റ് ഓടിച്ചിട്ട് എന്നാ ഓടിച്ചത് എനിക്ക് പോലും ഓർമ്മയില്ല. ആ ഇന്നോവ കൊണ്ടുവന്ന ആഴ്ച തന്നെ ഒരു ബുള്ളറ്റും കൂടി ഇറക്കിയേ. എല്ലാവർക്കും ഇതൊക്കെ കണ്ടിട്ട് ഭ്രാന്തായി. വണ്ടി ഒരു ദിവസം വണ്ടി കൊണ്ടുപോയിട്ട് ജസ്റ്റ് വൈകിയതിന്റെ പേര് എന്റെ വൈഫിനോട് കുറ്റം പറഞ്ഞ അവർക്കും സങ്കടമായി. കാരണം ഞാൻ പറഞ്ഞത് നമ്മളൊരു വിശ്വാസം ഉണ്ടെങ്കിലല്ല ഇതെല്ലാം നമ്മുടെ മുന്നിലോട്ട് വരും. നമുക്ക് നേടാൻ പറ്റും. നമുക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഈ ഭൂമി ലോകത്ത് നമുക്ക് കിട്ടാൻ പറ്റാത്തതായ ഒന്നുമില്ല. അത് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. 9ാമത്തെ ദിവസം ഇന്നോവ ഇറക്കി, പിറ്റേ ആഴ്ച ഞാൻ ബുള്ളറ്റ് ഇറക്കി. ഇന്ന് ഏതാണ്ട് 1 വർഷമായിട്ട്. കാരണം ഞാൻ ഓടിച്ചിട്ടില്ല, കാരണം എനിക്ക് ബുള്ളറ്റ് പറ്റൂല. അപ്പൊ എനിക്ക് ബുള്ളറ്റ് പറ്റൂല എന്ന് പറഞ്ഞാൽ എന്റെ യാത്രയ്ക്ക് ബുള്ളറ്റ് പറ്റൂല. കാരണം ബൈറ്ററും പ്രൊഡക്റ്റ് വയ്ക്കണം, യാത്ര ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ഞാനത് വിൽക്കാൻ പോയപ്പോ എന്റെ വൈഫ് പറഞ്ഞു ബുള്ളറ്റ് വിൽക്കണ്ടായ, ബുള്ളറ്റ് നമുക്ക് ഇരിക്കട്ടെ, എന്തെങ്കിലും എപ്പോഴെങ്കിലും നിൽക്കാക്കെ ഒന്ന് ഓടിക്കാല്ല. ഇക്ക അതിൽ ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. കാരണം അത്രമാത്രം പൊളിഞ്ഞ് തകർന്ന് നിന്ന സമയത്താണ് ഇക്ക ഇന്നോവ ഇറക്കിയത്. ഇന്നോവയൊക്കെ വിറ്റു, ബുള്ളറ്റ് ഒക്കെ വിൽക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ വൈഫിന്റെ ആ ഒരു വാക്ക് കേട്ട് ഞാൻ
ബുള്ളറ്റ് വിറ്റിട്ടില്ല. അതൊക്കെ ഒരു അച്ചീവ്മെന്റ്. ഞാൻ പറയുന്നത് നമ്മളില് വിശ്വാസം, അത് മാത്രമല്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമ്മളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അതിന് വേണ്ടത് നമ്മൾ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറാത്തൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. പ്രശ്നങ്ങളില്ല എന്ന് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അന്ന് നമ്മൾ തീരുമാനമായിട്ടുണ്ടാവും. ഏത് ECG ഗ്രാഫ് പോലെ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. എന്താണ് ECG എപ്പോഴും വേരിയന്റ് ആണ്, ഗ്രാഫ്. എന്ന് നമ്മൾ ലെവലായി നമ്മുടെ പ്രശ്നങ്ങൾ തീരണമെന്ന് ആഗ്രഹിക്കുന്നു, അന്ന് നമ്മൾ സ്റ്റേബിൾ ആയിട്ട് കിടത്തിയിട്ടുണ്ടാവും. അന്ന് തുണി പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടാവും. അന്ന് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നുണ്ടാവും. അല്ലാതെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. നമ്മൾ പ്രശ്നങ്ങളുടെ മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറായാൽ, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളവരെ. ഈ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിരിക്കുന്നവരെയും പ്രശ്നങ്ങളുടെ മുന്നിൽ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആണിനെ ആയാലും പെണ്ണിനെ ആയാലും ഏതൊരു വിഷയത്തിന്റെ മുന്നിലും ഒളിച്ചു മാറി നിൽക്കുന്നവരെ എനിക്ക് ഇഷ്ടവുമല്ല. എനിക്ക് അങ്ങനത്തെ വാക്കുകൾ കേൾക്കാൻ പോലും ഇഷ്ടമല്ല. അങ്ങനത്തെ വാക്കുകൾ പറയുന്നവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ മാറ്റി നിർത്താറ പതിവ്. എന്റെ ശീലാത. കാരണം നമുക്ക് ജീവിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി നമ്മൾ തന്നെയാണ്. നമ്മൾ ജീവിക്കണമെങ്കിൽ ആദ്യം നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ജീവിതത്തെ മറ്റൊരാൾ നമ്മളോട് കൊണ്ടുവന്ന് തരില്ല. നമുക്ക് നഷ്ടപ്പെട്ടത് എന്തും നമുക്ക് നേടിയെടുക്കാൻ ഈ ഭൂമി ലോകത്ത് അത് സാധിക്കും. നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ, നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ, നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, അതിനോടൊപ്പം നമുക്ക് ഒരു ആർജവത, ഉറച്ച ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ചിലർ പറഞ്ഞു ഞാൻ പെണ്ണല്ലേ, പ്രായമായില്ലേ. എന്ത് പ്രായമായി? ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഭരിച്ച നാടായത്. ഇന്നും രാഷ്ട്രപതി സ്ത്രീ, എനിക്ക് അങ്ങനെ വലിയ നോളജ് ഒന്നുമില്ല, രാഷ്ട്രപതി ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ സാധിക്കും. ആദ്യം വേണ്ടത് മൈൻഡാണ്. എനിക്കിത് നേടാൻ പറ്റുമെന്നൊരു ഉറച്ച മൈൻഡാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് തന്നെയാണ് ഈ ബയോട്രിതൻ വേണ്ടത്. എനിക്ക് ഈ ബയോട്രിതനെ ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന്റെ അത്താണിയ. അത് ഒന്നെങ്കിൽ ഒരു അമ്മയാകാം, അല്ലെങ്കിൽ ഒരു പിതാവാകാം, അല്ലെങ്കിൽ ഒരു മക്കളാകാം. എന്നിരുന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്റെ കുടുംബത്തിന് ഞാനേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സമയത്ത്, എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാനുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സമയത്ത്, എന്നെ വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾ, അതല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ എന്റെ മുന്നിൽ, അല്ലെങ്കിൽ എന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നോ രണ്ടോ വ്യക്തികൾ എന്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സമയത്ത്, ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കും. നമുക്ക് നേടാൻ പറ്റാത്തത് ഒന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ ഉറച്ചു പറയുന്നു. ആ വാക്ക് ഞാൻ ഉറച്ചു എല്ലാവരോടും പറയുന്നത്. കാരണം നമുക്ക് നേടാൻ പറ്റാത്തത് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ മൈൻഡ് വിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡാണ് എല്ലാത്തിന്റെയും ആധാരം. ആ മൈൻഡ് കളഞ്ഞാൽ നമുക്ക് ലോകത്ത് ഒന്നും സാധിക്കില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്ത് നഷ്ടപ്പെട്ടു പോയാലും എനിക്കിത് വേണമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ പ്രപഞ്ചം നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ മുന്നിലുണ്ടാകും. പ്രപഞ്ചം വഴിയൊരുക്കും. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ട പരമദാനിയായി നമ്മുടെ മുന്നിൽ വഴിമാറി നിൽക്കും. ഏത് ദുർഘടമായ ഏത് പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഇന്ന് ഏതൊരാളും ബിസിനസ് ഇല്ലാതെ, ടീമില്ലാതെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ ഉറച്ചു വിശ്വസിക്കുക, ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ബയോട്ടോറിയം എന്ന ഈ കമ്പനിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ബയോട്ടോറിയം എന്ന ഈ ഒരു കമ്പനിയിലെ ലീഡർമാരിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ഇൻകം പ്ലാനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ഇൻകം എനിക്ക് കിട്ടും, എന്റെ ലീഡേഴ്സിന് കിട്ടിയിട്ടുണ്ട്, അതുപോലെ എനിക്കും കിട്ടുമെന്ന് ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അംഗീകരിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന കേവലം ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങൾ മാത്രം വന്നാൽ മതി നമ്മുടെ ലൈഫ് സെറ്റ് ആകാൻ. കാരണം നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുക, നമ്മൾ അവരെ കൂടെ ചേർത്ത് നിർത്തുക, നമ്മൾ അവരെ പരിഗണിക്കുക. ഓട്ടോമാറ്റിക് ബിസിനസ് വളരും. മൂർച്ചയുള്ള കാര്യരിബിന്റെ ശക്തിയാലെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ തകരില്ല എന്ന് ഉറച്ച് നമ്മളെ കാണുമ്പോൾ ചിലർക്ക് പേടി ഉണ്ടാവണം. നമ്മൾ പേടിച്ച് മാറുന്നവരായി മാറരുത്. നമ്മളെ കാണുമ്പോൾ ചിലർ കാണണം ഇവനെന്തോ സംതിങ്. അത് നമ്മൾ ഭ്രാന്തനാണോ, വട്ടനാണോ, പൊട്ടനാണോ, എന്തും ചിന്തിച്ചോട്ടെ, വട്ടവർ എന്ത് ചിന്തിക്കുന്നതല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. നമുക്കിത് നേടിയേ പറ്റൂ. കാരണം നമുക്ക് വേണ്ടി കുറച്ച് ആളുകൾ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കാത്ത കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ വിജയം മാത്രം ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കുടെ മുന്നിലെങ്കിലും ഒരു ദിവസം എന്റെ ഭാര്യയുടെ മുന്നിലെങ്കിലും, എന്റെ അച്ഛന്റെ മുന്നിലെങ്കിലും, എന്റെ പിതാവിന്റെ അല്ലെങ്കിൽ എന്റെ മക്കളുടെ മുന്നിലെങ്കിലും വിജയിക്കണം. എന്റെ ഭർത്താവിന്റെ മുന്നിലെങ്കിലും ഒരു ദിവസമെങ്കിലും ഉറച്ച് വിശ്വസിക്കണം ഞാൻ വിജയിക്കുമെന്ന്. അങ്ങനെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും
ഈ ബയോട്രിൻ കമ്പനിയിൽ എന്താണോ ആഗ്രഹിക്കുന്ന ആ ലെവലിലോട്ട് എത്താൻ സാധിക്കും. ഒരു തർക്കമില്ല. എല്ലാവർക്കും അതിൽ എത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈശ്വരൻ വഴിയൊരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്രിയം. താങ്ക് യു യൂനുസ് സാർ. താങ്ക് യു. എല്ലാവരും ഭയങ്കര വേറൊരു മൈൻഡിലേക്ക് എത്തിയ പോലെ തോന്നുന്നു. കാരണം വിശ്വാസം എന്ന് നമ്മളിൽ ഉണ്ടാകുന്ന വിശ്വാസമാണ് നമ്മളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ആധാരം. കാരണം എല്ലാവരും നമ്മളിൽ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കമ്പനിയെ പറ്റിയും പ്രൊജക്റ്റിനെ പറ്റിയും എല്ലാം കേട്ടിരുന്ന ആൾക്കാര് പെട്ടെന്ന് തന്നെ യൂനുസ് സാറിന്റെ കഥ കേട്ടപ്പോ കുറെ എല്ലാവരുടെയും കണ്ണ് നനയിക്കുന്ന ഗീത ചേച്ചിയൊക്കെ കണ്ണീരൊക്കെ തുടക്കണുണ്ട്. ശരിയാണ്, നമ്മൾ ഓരോരുത്തരുടെയും അനുഭവകഥകൾ ഒരുപാട് വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, അത് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ മുക്തി നേടിയിട്ട് നമ്മൾ നല്ലൊരു അച്ചീവ്മെന്റ് എടുത്ത് നല്ലൊരു വ്യക്തിയായി മുന്നോട്ട് പോകാം എന്ന് നമ്മളെ വളരെയധികം പ്രൂവ് ചെയ്ത് തന്ന ഒരു മനുഷ്യനാണ്, ലീഡറാണ് നമ്മുടെ യൂനുസ് സാറ്. ചിരിയുടെ രാജകുമാരൻ എന്ന് പറയുമ്പോഴും ചിരിക്കുന്ന മനസ്സിലും ഒരുപാട് പ്രശ്നങ്ങള് ഉണ്ട്. അത് ആരെയും അറിയിക്കാതെ, അത് ആരുടെയും മുന്നിൽ കാണിക്കാതെ ഞാനൊരു നല്ലൊരു ലീഡറാണ്, ഞാനൊരു നല്ലൊരു വ്യക്തിയാണ്, ഏറ്റവും നല്ലൊരു അച്ചീവ്മെന്റ് എടുത്ത് ഞാൻ ഓരോ ദിവസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് നമ്മുടെ യൂനുസ് സാറ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മൾക്ക് വലിയൊരു മോട്ടിവേഷൻ നമ്മൾക്ക് എല്ലാവർക്കും തരാൻ കഴിഞ്ഞത്. ഇന്നും നമ്മളെ പോലെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെല്ലാവരും ഇന്ന് നല്ലൊരു മോട്ടിവേഷനിലേക്കായിരിക്കും എത്തിയിരിക്കുക. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെന്റിലൂടെ ജീവിച്ചു പോകാൻ ഓരോ ദിവസവും നമുക്ക് കഴിയുമെന്ന് സാർ ഇവിടെ പ്രൂവ് ചെയ്ത് തന്നു. സാറിന് ഒരു ബിഗ് സല്യൂട്ട്. ഞങ്ങളുടെ വളരെ നന്ദി. ഈ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാൻ ഗ്രേറ്റ് ലീഡർ നമ്മുടെ മനോജ് സാറിനെ ഞാൻ ഈ സൂം കൺക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മനോജ് സാർ. താങ്ക് യു ടീച്ചർ, താങ്ക് യു സിന്ധു മാഡം, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഒരു തകർപ്പൻ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഒരു എന്താ പറയാ അല്ലെ, തേങ്ങുന്ന ഒരു ഹൃദയവുമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ കൺക്ലൂഷന് യാതൊരു പ്രാധാന്യമില്ല. അത്രയും അടിപൊളിയായിട്ടാണ് നമ്മുടെ യൂനുസ് ഭായ് ഇന്ന് സ്വന്തം ജീവിത കഥ ഇവിടെ സൂചിപ്പിച്ചത്. ഇതുപോലുള്ള നീറുന്ന നൂറ് കഥകൾ എല്ലാവർക്കും ഉണ്ടാവും. ഈ സങ്കടങ്ങളാണ്, ഈ കഷ്ടപ്പാടുകളാണ്, ഈ എന്താ പറയാ, ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് നമ്മളെ ജീവിതത്തിലെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉള്ളവരാണ് ജീവിതത്തിൽ വിജയിച്ചതായിട്ട് കാണുന്നുള്ളത്. പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്ത് പ്രയാസം വന്നാലും, അദ്ദേഹത്തിന്റെ ഷോപ്പ് മുഴുവൻ തീപിടിച്ചു പോയി, 35 ലക്ഷം രൂപ കടബാധ്യത ഒരു ഭാഗത്ത്, എല്ലാം തകർന്നപ്പോഴും അല്ലേ എനിക്ക് വിജയിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതിൽ തീപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായ? അത് നശിച്ചിട്ടില്ല. എല്ലാം തകർന്നാലും നമ്മളെ മനസ്സ് തകരാൻ വേണ്ടി പാടില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. നമ്മളെ തകർച്ച കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകളുണ്ടാവും. തൊട്ടടുത്ത കടക്കാരൻ പറഞ്ഞു കൊടുത്തില്ലേ അല്ലെ, എന്താ പറഞ്ഞു കൊടുത്തത് അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. തകരുന്നവരെ തകർത്ത് ചവിട്ടി മുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവുള്ളൂ. കൈ പിടിച്ചുയർത്താൻ ആരും ഉണ്ടാവില്ല. ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് സത്യസന്ധമായിട്ട് വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ഉയർച്ചയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ജീവിത അനുഭവങ്ങളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ബിഗ് കൺഗ്രാജുലേഷൻ യൂനുസ് സാർ. എന്തായാലും താങ്കൾ ഒരു കോടീശ്വര പദവിയിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കും. എന്റെ കഥ എല്ലാവർക്കും അറിയാം ഇല്ലേ? ഇതുപോലത്തെ ഒരു കഥയാണ് എന്റേതും. അപ്പോ ആവേശത്തോടെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴല്ല ആ ദൈവകരങ്ങൾ നമ്മൾ പിടിച്ചുയർത്തിക്കൊണ്ടുവരും. ആര് നമ്മളെ തകർക്കാൻ നോക്കിയാലും അവര് തകർന്നു പോവുകയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മളെ തകർക്കാൻ പറ്റില്ല. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. എനിക്കിത് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകണം. ആ ആത്മവിശ്വാസമാണ് നമ്മളെ
വിജയത്തിലേക്ക് നയിക്കുന്നത്. ആ ആത്മവിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യണം? ആത്മവിശ്വാസം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അപ്ലൈ ലീഡേഴ്സിന് സാധിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും ആത്മവിശ്വാസം ഒരുപോലെ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? സങ്കടം വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അവര്. അപ്പൊ അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ മതി, അവരെയും നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? ഓരോ പക്ഷികളും പറക്കുന്നത് അവരുടെ സ്വന്തം ചിറകിലാണ്, അല്ലെ? വേറെ ഏതെങ്കിലും പക്ഷിയുടെ ചിറകിൽ ഒരു പക്ഷിക്ക് പറക്കാൻ പറ്റുമോ? ഇല്ല, അവരുടെ 2 ചിറകിലെ ആ പക്ഷികൾക്ക് പറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ പക്ഷികളിലുള്ള ആത്മവിശ്വാസമാണ് പക്ഷികളെ പറത്തുന്നത്, എത്ര ദൂരത്തേക്കും പറന്നു പോകുന്നത്, അല്ലെ? ദേശാടന കിളികൾ വരാറില്ലേ? ദേശാടന കിളികൾ എങ്ങനെയാ വരുന്നത്? ഒരു രാജ്യത്ത് വേറെ രാജ്യത്തേക്ക് വരുന്നത്, കടല് കടന്നിട്ട് വരിക. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ദേശാടന കിളികളെ കുറിച്ചിട്ട്? കടല് കടന്നിട്ടാണ് ആ പക്ഷികൾ പറക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഇല്ലേ? അതിന്റെ ആ ചിറകിന്റെ ശക്തിയല്ല അത്, ആ പക്ഷികളുടെ ചെറിയ ജീവിയുടെ മനസ്സിന്റെ ശക്തിയാണ് ദേശാടന പക്ഷികളെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് പവർ എന്ന് പറഞ്ഞാൽ. ചെറിയൊരു ജീവിയുടെ പവർ നിങ്ങൾ ആലോചിക്കണം. സെൽഫ് കോൺഫിഡൻസ്. ചെറിയ ജീവിയാണ് ഒരു പക്ഷി, അല്ലെ? അതിന്റെ സെൽഫ് കോൺഫിഡൻസ് ആണ് അതിന് ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് പറക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം നൽകുന്നത്. നമ്മള് രാമായണത്തിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? സീതയെ കട്ടുകൊണ്ടുപോയപ്പോ, ഇല്ല, അന്ന് ലങ്കയിലേക്ക് പറക്കണം, അവിടെ സീതയെ എന്നിട്ട് മോചിപ്പിച്ചു കൊണ്ടുവരണം. അതിന് പറ്റിയ ആളാരാണെന്ന് ഇങ്ങനെ അന്വേഷിച്ചാകുമ്പോ അവസാനം സാധിക്കും, ഇല്ലേ? ഹനുമാൻ ഇങ്ങനെ അവിടെ കിടന്നു ഉറങ്ങുക. അപ്പൊ ഹനുമാന്റെ അടുത്ത് എല്ലാവരും പോയി പറയാ, ഹനുമാൻ നിനക്ക് സാധിക്കും സീതയെ മോചിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോ അവിടെ ചുരുണ്ടുകൂടി കിടന്ന, ഇല്ലേ, ആ വാനരൻ എന്ത് ചെയ്തു? എല്ലാവരും കൂടി അങ്ങ് സെൽഫ് കോൺഫിഡൻസ് കൊടുത്തപ്പോ ഒറ്റ ചാട്ടത്തിന് ലങ്കയിലെത്തുകയും സീതാദേവിയെ മോചിപ്പിച്ച ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അല്ലെ? അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ടീമിലേക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ലീഡർക്കും സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി ഞാൻ നിർത്തുകയാണ്, സമയം ഒത്തിരിയായി. അതുകൊണ്ട് ഇന്നത്തെ സബ്ജക്ട് ബിലീഫ്, വിശ്വാസം, അല്ലെ? എല്ലാവർക്കും ഇന്ന് 100% 200% വിശ്വാസം ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, നാളെ പാലക്കാട് BOP ആണ്, പ്രോഗ്രാം സെന്ററുകളാണ് നമ്മളെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും എത്താൻ പറ്റുന്നവരെ എല്ലാവരും ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തണം. നാളെ പാലക്കാട് BOP ആണ്. ചൊവ്വാഴ്ച, ബുധനാഴ്ച നമ്മുടെ കോഴിക്കോട് പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ്. പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായ ഒരു അവയർനെസ് തരുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ മലയാളത്തിൽ നമ്മുടെ ഇതിന്റെ ലീഫ്ലെറ്റുകൾ തയ്യാറാക്കാൻ വേണ്ടി പോവാം. കമ്പനിയുടെ പ്രൊഫൈല്, കമ്പനിയുടെ പ്ലാനുകൾ, കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എല്ലാം, ഓരോരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ലീഫ്ലെറ്റ് തയ്യാറാക്കുന്നുണ്ട് മലയാളത്തിൽ. അതിന്റെ ബാക്കിൽ നമ്മുടെ പ്ലാൻ ഉണ്ടാവും. പ്ലാൻ ഇനി മാറ്റാൻ പോകുന്നില്ലല്ലോ, 2030 വരെയും പ്ലാൻ സെയിം ആണ്. അതുകൊണ്ട് പ്ലാനും കൂടി ഉണ്ടാവും. ആവശ്യമുള്ള ലീഡേഴ്സ് അതാത് ലീഡേഴ്സായിട്ട് ബന്ധപ്പെടുക. ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കുറഞ്ഞു കിട്ടും. മലയാളത്തിലാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാകും ഫീൽഡിൽ ഇറങ്ങാനും സംസാരിക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ. അതായത് ലീഡേഴ്സായിട്ട് സംസാരിക്കുക. ഇത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ടീമിൽ ഓരോ ചെറിയ ലീഡേഴ്സും അവരവരുടെ ലീഡേഴ്സായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിന്റെ പേയ്മെന്റ് നേരത്തെ അടക്കണം. മാത്രമേ നമുക്ക് ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ബുധനാഴ്ച നമ്മൾ അതൊന്ന് അനൗൺസ് ചെയ്യും. വരും ദിവസങ്ങളിൽ തന്നെ അതെല്ലാവരുടെയും കയ്യിലേക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ആണ്. വലിയൊരു ബ്ലാസ്റ്റിംഗിലേക്ക് നമ്മൾ ബയോട്ടോറിയത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാം, വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാം. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് അതിനകത്ത് ഉണ്ടാവും. അത് വെച്ച് നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഫീൽഡിൽ നന്നായിട്ട് നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ റീറ്റെയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ 1 മാസം 1 ലക്ഷം രൂപ വരെ റീറ്റെയിലൂടെ നേടാൻ പറ്റുന്ന വലിയൊരു ഉയർച്ചയിലേക്ക് നമ്മുടെ ടീമിനെ വളർത്തിയെടുക്കും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ട്രെയിനിങ് ആണ് ബുധനാഴ്ച അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് എറണാകുളത്ത് ഉണ്ടാവും നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്, പാലക്കാട് ഉണ്ടാവും. 1 by 1 ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വ്യാഴാഴ്ച കണ്ണൂർ BOP ആണ്. കണ്ണൂർ ഇപ്രാവശ്യം തലശ്ശേരിയിലാണ്, എല്ലാവരും നോട്ട് ചെയ്യണം. കണ്ണൂർ നമുക്ക് സൗകര്യമായ ഹാള് കിട്ടാത്തതുകൊണ്ട് ഇപ്രാവശ്യം തലശ്ശേരിയിലാണ്. എന്റെ പിക്ക് എല്ലാ ഗ്രൂപ്പുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എറണാകുളം NDOP ആണ് ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ. അതുകൊണ്ട് എല്ലാ പ്രോഗ്രാം സെന്ററുകളും സജീവമാക്കുക. കൂടുതൽ ആവേശത്തോടുകൂടി, കൂടുതൽ വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം അവതരിപ്പിച്ച യൂനു സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. 2-3 മാസമായിട്ട് ആള് പിറകോട്ട് മാറി നിൽക്കുകയായിരുന്നു, അല്ലേ? ബാക്ക് ഗിയർ, അല്ലെ? ഗിയർ ബാക്കിലോട്ട് വണ്ടിക്ക് ഗിയർ ഇല്ലാതെ നമുക്ക് പുള്ളിയുടെ ഗിയർ ബാക്കിലോട്ടായിരുന്നു. ഒരു 3 മാസമായിട്ട് ബാക്കിലേക്കുള്ള ഗിയർ വെച്ചിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ വണ്ടി ചവിട്ടിയപ്പോൾ അത്ര സ്പീഡിൽ അങ്ങ് പോയെന്ന് അറിയില്ല. ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ബിലീഫ് സിസ്റ്റം ടീം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നമ്മുടെ യൂനിസ് സാറിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇബേട്ടോ. ഓക്കെ, താങ്ക് യു.